ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിനും ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ആരാധനയിൽ പങ്കെടുക്കുന്നവർക്കും എതിരെ നിൽക്കുന്ന ഇന്ന് പകൽ പല ശാപങ്ങളും പൊട്ടാൻ പോകുക. രാജാവേ, ഞങ്ങളുടെ ദൈവമേ, വീണ്ടും ഞങ്ങൾ തിരുമുൽക്കാഴ്ചയുമായി തൃപ്പാദത്തിലേക്ക് അടുത്തു വരുന്നു. അങ്ങയുമായി സമയം ചിലവഴിപ്പാൻ, അങ്ങ് ഞങ്ങളോട് ഇടപെടുവാൻ, ദൈവം ഞങ്ങളോട് കാര്യം പറഞ്ഞു തരുവാൻ, അങ്ങയുടെ വഴിയിൽ നടക്കേണ്ടതിന് ഞങ്ങളെ നടത്തുവാൻ, ഞങ്ങളുടെ കാലുകൾക്ക് ദീപമായി പാതയ്ക്ക് വെളിച്ചമായി അങ്ങയുടെ വചനത്തിൻ്റെ ഗൗരവം ഞങ്ങളോട് ഇടപെടുവാൻ ഞങ്ങളിതാ തൃപ്പാദത്തിൽ വരുന്നു. അങ്ങ് ഞങ്ങളെ മാനിക്കണേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദയവായി എല്ലാവരും ദൈവസന്നിധിയിലിരുന്നാലും രണ്ടാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് ഇടയാക്കി. അടുത്ത ആഴ്ചയിലും ഉപവാസ പ്രാർത്ഥന തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ദൈവം മുമ്പിൽ വരുവാൻ കർത്താവ് നമുക്കിടയാക്കിയതിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ശ്രേഷ്ഠന്മാരും വിശിഷ്ടരുമായ അതിഥികൾ നമ്മെ ശുശ്രൂഷിക്കുന്നുണ്ട്. ഇന്ന് പകലും കർത്താവിൻ്റെ ദാസൻ രാജു പാസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ച ശേഷം ഇന്ന് മെസ്സേജിൻ്റെ അവസാനത്തിൽ താനായിരിക്കും ഒരു ഭാഗം എടുക്കുന്നത് എന്ന് ഓർപ്പിക്കുന്നു. നമുക്കിന്ന് ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചിന്തിക്കേണ്ടതിനായി കഴിഞ്ഞ 2-3 ആഴ്ചകളായി എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന തിരുവചന ഭാഗത്തിൻ്റെ ചില ഏരിയകൾ ഒന്നുകൂടെ പങ്കുവെക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 45-ാമത്തെ വാക്യം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. 2 ആദാമുകളെ കുറിച്ച് ഇവിടെ കാണുന്നുണ്ട്. ഒന്നാമത്തെ ആദാം ഉൽപ്പത്തിയിൽ സൃഷ്ടിക്കപ്പെട്ട ആദാം ജീവനുള്ള ദേഹി ആയിത്തീർന്നു. ഒടുക്കത്തെ ആദാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പദമാണത്. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവ് ആയിത്തീർന്നു. ഒന്നാമത്തെ ആദാം ജീവനുള്ള ദേഹിയായി തീരേണ്ടതിന് ഒന്നാമത്തെ ആദാമിനെ സൃഷ്ടിച്ച കർമ്മങ്ങളിലേക്ക് കഴിഞ്ഞ ആഴ്ച പോയി. ഞാൻ സമയം തീരെ കുറച്ച് ഇന്ന് എടുക്കത്തുള്ളൂ. അതുകൊണ്ട് എടുത്ത് കഴിഞ്ഞ ഭാഗങ്ങൾ ഒന്ന് ഓർക്കേണ്ടതിന് വേണ്ടി വേഗത്തിൽ ഒന്ന് ഓർപ്പിക്കുകയും ഉപവാസ പ്രാർത്ഥന അവർക്കൊരു സൂചന മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ ദയവായി നോക്കാം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യം ഒക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം ഭൂമിയെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചും ആദം ഹവ്വമാരെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചും വിത്തുള്ള സസ്യങ്ങളും മൃഗജാതികളും ഇഴജാതികളും വെള്ളത്തിലെ മത്സ്യങ്ങളും വെള്ളവും എന്നിത്യാദികൾ സൃഷ്ടിച്ച ചരിത്രത്തെ 2-3 വാക്യങ്ങളിലായി ചുരുക്കി പറഞ്ഞു. നേരത്തെ നമ്മൾ ചിന്തിച്ചു വന്ന ആശയത്തോട് ചേർന്ന് വളരെ ഗൗരവമായി ശ്രദ്ധിച്ചാൽ മാത്രമേ നേരത്തെ ഇത് പരിചയമില്ലാത്തവർക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലാകത്തുള്ളൂ. ദൈവം പ്രാരംഭമായി ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ലൂസിഫർ എന്ന ഒരു ദൂതന് വേണ്ടിയാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. യോബിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ സൂചന കാണാം. ലൂസിഫർ യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഈ ഭൂമി മുഴുവനും കാണിച്ചുകൊണ്ട് ഇത് എൻ്റേത് എന്ന് ക്ലെയിം ചെയ്ത സന്ദർഭവും തിരിച്ചോർക്കാം. ഈ ഭൂമിയെ ലൂസിഫറിന് വേണ്ടി സൃഷ്ടിച്ചു. പണ്ടൊരിക്കൽ സ്വർഗത്തിൽ പാപം ചെയ്തവനായ ലൂസിഫർ ഭൂമിയിലേക്ക് മാറ്റപ്പെടുകയും തുടർന്നവൻ ഭൂമിയിലും പാപം ആവർത്തിക്കുകയും ചെയ്തു.
ആകയാൽ ഭൂമിയിൽ നിന്നും ലൂസിഫറിനെ മാറ്റിക്കളകയും ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് നശിപ്പിച്ച് അതിൻ്റെ ഷേപ്പ് മാറ്റി, അതിൻ്റെ വ്യവസ്ഥകൾ മാറ്റി, കോസ്മോസ് രൂപീകരിച്ച് ഭൂമിയെ ദൈവത്തിന് വേണ്ടി തിരികെ പിടിക്കുവാൻ ദൈവം തീരുമാനിക്കുകയും ചെയ്തു. ഭൂമി ലൂസിഫറിന് വേണ്ടി സൃഷ്ടിച്ചു എന്ന കാരണത്താൽ ലൂസിഫറിന് ഒരു ക്ലെയിം ബാലൻസ് ഉണ്ടെങ്കിലും അതിനെ എടുത്തു മാറ്റിക്കൊണ്ട് അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായി അത് കണക്കാക്കി ഈ ഭൂമിയെ ദൈവത്തിന് വേണ്ടി തിരികെ പിടിക്കുവാൻ, തിരികെ എടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവത്തോട് തുടർന്നും യുദ്ധം ചെയ്യേണ്ടതിന് ഒരു കൊച്ചു കോളനി എന്ന വണ്ണമെങ്കിലും ഭൂമിയെ തൻ്റേതാക്കി നിർത്തുവാൻ സാത്താൻ ആഗ്രഹിച്ചു. കൊടുക്കയില്ല, എൻ്റേതാക്കിയിരിക്കും എന്ന് ദൈവം തീരുമാനിച്ചു. ലൂസിഫറിൻ്റെ കാലത്തുണ്ടായിരുന്ന വൃക്ഷങ്ങളെയും മത്സ്യങ്ങളെയും മൃഗങ്ങളെയും പക്ഷികളെയും മാറ്റിയ ശേഷം പുതുതായി ദൈവം മനുഷ്യന് ഭരിക്കാവുന്ന രൂപത്തിൽ അവയെ സൃഷ്ടിക്കുകയും അതിൻ്റെ മകുടമായി ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് 3 വിധ ഉദ്ദേശമുണ്ടായിരുന്നു. 1, ഭൂമിയെ അടക്കി ഭരിച്ച് അതിനെ ദൈവത്തിൻ്റെ കോളനിയാക്കി തിരിച്ച്, 3, സന്താനപുഷ്ടിയുള്ളവനായി പെരുകി അവൻ്റെ അനന്തര തലമുറകൾ ഇതേ ദൈവിക ദൗത്യത്തിൽ തുടരണം എന്നത് ദൈവം ആഗ്രഹിച്ചിരുന്നു. 1, ഭൂമിയെ അടക്കി വാഴുക. 2, അതിനെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക. 3, അല്ലെങ്കിൽ സാത്താൻ കയറാതെ നോക്കുക. 3, സന്താനപുഷ്ടിയുള്ളവനായി പെരുകി അവൻ്റെ സന്തതികൾ കൂടെ ഇത് അനുഭവിക്കുക എന്നതായിരുന്നു. എന്നാൽ സാത്താൻ സർപ്പത്തിലൂടെ അകത്തേക്ക് കയറി. ഞാൻ അതിന് മുന്നമേ ഒരു പദം തൊടട്ടെ. ഇങ്ങനെ ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചതോടെ അതിന് 2-3 പടികൾ ദൈവം എടുത്തു. 1-ാമത്തെ പടി സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചതിനെ തുടർന്ന്, ഉണ്ടാക്കുവാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കുക എന്ന. മനുഷ്യൻ എന്നൊന്ന് അന്ന് വരെ ഇല്ല. മനുഷ്യനെ പുതുതായി ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കുവാൻ ദൈവം തീരുമാനിച്ചു. 2-ാമത്തെ പദം 2-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ട്, നമ്മൾ വായിക്കുന്നില്ല. 2-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ വരുമ്പോൾ നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ രൂപീകരിച്ചു. രൂപീകരിക്കുക എന്നത് സൃഷ്ടി എന്ന അർത്ഥമല്ല, അല്ല. സൃഷ്ടി എന്നത് ഇല്ലായ്മയിൽ നിന്നുളവാക്കുക എന്ന. രൂപീകരണം എന്നത് നിലത്തെ പൊടി ഉണ്ട്, അതിൽ നിന്ന് ഒരു പുതിയ രൂപത്തിലേക്കും ആകൃതിയിലേക്കും കൊണ്ടുവരിക എന്നേ ഉള്ളൂ. ഈ 2 പദങ്ങളും മനുഷ്യനെ ഉണ്ടാക്കുന്നതിൽ ദൈവം ചെയ്തു. 1, ദൈവം മനുഷ്യാത്മാവ് എന്നൊരുവനെ ഉണ്ടാക്കി. അന്ന് വരെ ഇല്ലാതിരുന്ന മനുഷ്യാത്മാവിനെ ദൈവം ഉണ്ടാക്കി. അത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ആയിരുന്നു. 2, ഈ ആത്മാവിന് ഭൂമിയുടെ മേൽ അധികാരം നടത്തണമെങ്കിൽ ഭൂമിയുടെ ഒരു ഭാഗത്തിൽ ഈ ആത്മാവിനെ ആക്കിയെങ്കിലേ മതിയാകൂ. ആകയാൽ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ രൂപീകരിച്ചു. പുറംകൂട്, ഈ മർത്യ ശരീരം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ആണും പെണ്ണുമായി ദൈവം നിർമ്മിച്ചു, അല്ലെങ്കിൽ രൂപീകരിച്ചു. താൻ സൃഷ്ടിച്ച ആത്മാവിനെ രൂപീകരിച്ച ശരീരത്തിലേക്ക് ദൈവം ഊതുകയും ആ ഊത്തിൽ ആത്മാവ് ശരീരത്തിലേക്ക് വന്നതോടെ താൻ ജീവനുള്ള ദേഹി ആയിത്തീരുകയും ചെയ്തു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ആണും പെണ്ണുമായി ഒരേ ശരീരത്തിൽ ജീവനുള്ള ദേഹിയായി തീർന്ന ആദമിനോട് ആത്മാവായി, ശരീരമായി, ജീവനായി, ഇത് 3ഉം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലുമാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക. 1-ാം ലക്ഷ്യം. 2, ഭൂമിയെ അടക്കി വാഴുക. എങ്ങനെയായിരിക്കണം? 3, എനിക്ക് വേണ്ടി ഇതിനെ വേർതിരിക്കേണ്ടതിനാണ്. ഇത് എൻ്റെ കോളനിയാകണം. കോളനി എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥ സാമ്രാജ്യത്തിൻ്റെ നിയമങ്ങൾ, തത്വങ്ങൾ മുതലായത് മുഴുവനും ഇവിടെ പാലിച്ചിരിക്കണം. ദൈവരാജ്യമെന്ന, സ്വർഗരാജ്യമെന്ന ദൈവത്തിൻ്റെ ഇടമായ സ്വർഗത്തിൻ്റെ എല്ലാ പ്രതികരണങ്ങളും ഇവിടെ ഉണ്ടാകുമാറ് ആ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഇതിനെ കൊണ്ടു നടക്കേണ്ടതിന് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ദൈവം ആദമിനെയും ഹൗവയെയും ഏദനിൽ പാർപ്പിച്ചു. പാർപ്പിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ തോട്ടം സൂക്ഷിച്ചോണം, അരുതാത്തത് ഇതിനകത്ത് കയറരുത്.
തോട്ടം സൂക്ഷിക്കുകയും നിങ്ങൾ ഇതിനകത്ത് അധ്വാനിക്കുകയും വേണം. നിങ്ങൾ വർദ്ധിച്ചു വരികും, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരാകും, നിങ്ങൾ ഇതിനെ അടക്കി വാഴണം. ഒരു വാക്കിൽ ഞാൻ വരുവോളം എന്നൊരർത്ഥം ഇതിനുണ്ട്. ഞാൻ നിങ്ങളെ പ്രതിപുരുഷന്മാരാക്കി ഇവിടെ ആക്കിയിരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ഇത് ചെയ്യണം. പുതിയ നിയമത്തിലും ഈ ദൗത്യം തീർന്നിട്ടില്ല എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനാ വാചകം നമ്മളിവിടെ ആവർത്തിച്ചിരുന്നു. കർത്താവെ, ഞങ്ങളെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നല്ല പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അങ്ങയുടെ രാജ്യം ഇങ്ങോട്ട് വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഇവിടെ ആക്കണമേ, അതിനാണ് ഞങ്ങളെ ഇവിടെ ആക്കിയത് എന്ന ആശയം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലുണ്ട്. ആദം ഹവ്വമാർക്ക് മക്കൾ ജനിച്ചു. പക്ഷേ അതിന് മുന്നമേ തന്നെ പിശാച് അവരെ അപഹരിച്ചു, അവരെ കീഴടക്കി. അവർക്ക് കൊടുത്തിരുന്ന അധികാരങ്ങൾ അവരിൽ നിന്ന് തട്ടിപ്പറിക്കുകയും ദൈവം തന്നെ ദുഃഖത്തോടെ അവരെ ഏദന്റെ പുറത്തേക്ക് തള്ളുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമായി. എങ്ങനെയാണ് അത് സംഭവിച്ചത്? സാത്താൻ ഈ ഭൂമിയിലേക്ക് വരുവാനും ഭൂമിയെ തിരികെ പിടിക്കേണ്ടതിന് വേണ്ടി ആദം ഹവ്വമാരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന അവകാശങ്ങൾ തട്ടിപ്പറിക്കേണ്ടതിന് വേണ്ടി പൈശാചിക സന്തതിയെ ഇവിടെ ഉളവാക്കേണ്ടതിന് വേണ്ടി അവൻ തീരുമാനിച്ചു. ദൈവിക ഉദ്ദേശങ്ങളിൽ ഒന്നാമത്തേത് ഇതിനെ ദൈവിക കോളനിയാക്കണം. പിശാച് തീരുമാനിച്ചു അവൻ്റെ കോളനിയാക്കണം. ദൈവിക ഉദ്ദേശങ്ങളിൽ രണ്ടാമത്തേത് സന്താന പരമ്പരകളായി ആദം ഹവ്വമാർ പെരുകുന്നത് ദൈവത്തിന് വേണ്ടി ദൈവിക പ്രതിപുരുഷന്മാരായിരിക്കണം. സാത്താൻ തീരുമാനിച്ചു, ഇല്ല, അവർ എൻ്റെ പ്രതിപുരുഷന്മാരായിരിക്കണം, എൻ്റെ ശൈലികളിൽ ഇവരെ തിരിക്കണം. അതിനുവേണ്ടി സാത്താൻ വരുവാൻ തീരുമാനിച്ചു. പക്ഷേ സൃഷ്ടിയുടെ സമയത്ത് മണ്ണിൻ്റെ മേൽ അധികാരമുണ്ടാകണമെങ്കിൽ, ഭൂമിയുടെ മേൽ അധികാരമുണ്ടാകണമെങ്കിൽ ഭൂമിയിലെ പൊടിയിൽ നിന്ന് രൂപീകരിച്ച ഒരു ലീഗൽ ബോഡിക്ക് മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ എന്നതിനാൽ ആദം ഹവ്വമാരെ ദൈവം നിലത്തെ പൊടി കൊണ്ട് ശരീരം രൂപീകരിച്ചു. ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചു. സാത്താനും ഭൂമിയിലേക്ക് വരണമെങ്കിൽ മണ്ണിൽ നിന്നെടുത്ത പൊടിയിൽ നിന്നെടുത്ത ഒരു ലീഗൽ ശരീരം ആവശ്യമാകയാൽ അവനും ഒരു ശരീരം എടുക്കുവാൻ തീരുമാനിച്ചു. അവൻ എടുക്കുവാനായി ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകുടമായി നിർമ്മിക്കപ്പെട്ട മനുഷ്യനെ കിട്ടത്തില്ല. ഇതുകൊണ്ട് ഇനിയും ബുദ്ധിശക്തിയിൽ ഏറ്റവും ഉന്നതനായ, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഏറ്റവും അധികമുള്ളതായ ഒരു ജീവിയെ എടുക്കാൻ തീരുമാനിക്കുകയും 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരാം. പാമ്പിൽ അവൻ പ്രവേശിച്ച് ഒരു ലീഗൽ ബോഡി അവൻ എടുക്കുകയും ചെയ്തു. വായിക്കുന്നില്ല. 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ സർപ്പമാണ് ഉള്ളതിലേക്കും കൂടുതൽ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളത്. അതുകൊണ്ട് അവന് കിട്ടാവുന്നതിലെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് അവന് തോന്നിയ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള സർപ്പത്തിൽ അവൻ പ്രവേശിച്ച് ഒരു ലീഗൽ ബോഡിയിൽ വന്ന് ആദം ഹവ്വമാരോട് ഇടപെടുകയും ചെയ്തു. തോട്ടത്തിലേക്ക് ഇവനെ കയറ്റരുത് എന്നത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നെങ്കിലും അതിനെ ലംഘിക്കുമാറ് ഇവൻ ഔവായുമായി ഒരു കമ്പനി കൊടുത്തു എന്ന് മറക്കരുത്. പാപം ഒരു ദിവസം കൊണ്ടല്ല, പതുക്കെ പതുക്കെയാണ് കയറുന്നത്. എൻ്റെ വിശ്വാസത്തിൽ ഒരു ദിവസം പെട്ടെന്നൊരു പാമ്പ് ഇങ്ങോട്ട് വന്ന് തിന്നരുതെന്ന് ദൈവം പറഞ്ഞത് ചുമ്മാതാ തിന്നോ എന്ന് പറഞ്ഞാൽ ഭൂമിയിലാരും അംഗീകരിക്കുകയില്ല, ഔവ അംഗീകരിക്കുകയില്ല. അവൾ നിഷ്കർമ്മശ യുഗത്തിൽ ജീവിക്കുന്നവളാണ്. അതുകൊണ്ട് ദീർഘദിവസങ്ങൾ ഔവയോട് അവൻ പരിചരിച്ചു കാണും. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാറുണ്ട്, തോട്ടത്തിൻ്റെ ഇറമ്പിലൂടെ ഇവൻ നടന്നുകൊണ്ട് അമ്മച്ചിയോട് സംസാരിക്കുന്നത് പതിവുണ്ടായിരുന്നിരിക്കാം, നാളുകൾ കൊണ്ടായിരിക്കാം. അമ്മച്ചിക്ക് തോന്നിയത് ഇവൻ ഉപദ്രവകാരി അല്ല, ഇവനെ അടുപ്പിച്ചാൽ തകരാറില്ല. ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദിവസം തോറും ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ, സ്വയം ശോധന ചെയ്യുവാൻ അവസരമുണ്ടായിരുന്നിട്ടും അതൊന്നും ചെയ്യാതെ ഒരു ദിവസം അവൾ എങ്ങനെയോ സർപ്പത്തെ അനുവദിക്കുകയും അതിൻ്റെ ഉപദേശങ്ങൾ അംഗീകരിക്കുകയും ചെയ്തുപോയി. മറക്കരുത്, നമ്മയും പിശാച് പാപത്തിലേക്ക് വീഴിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല. ദിവസങ്ങൾ തോറും ഒന്നിനു പുറകെ ഒന്നായി ദിവസം മാറി ഇടപെട്ട് പാപത്തിൻ്റെ വഞ്ചനയിൽ കുടുക്കുന്നത് പതിവാണ്. ഒരു ദിവസം ആദമും ഹവ്വയും ഫലം പറിച്ച് തിന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1-ാം വാക്യം നമ്മൾ വായിക്കാതെ വിട്ടു. 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഈ 15-ാമത്തെ വാക്യത്തിൽ ദൈവം ഇടപെടുന്നതായ ഒരു രംഗം കാണാം. ദയവായി വായിച്ചാലും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികൾ തകർക്കും. നിൽക്കട്ടെ, ഞാൻ ആ പദത്തിലേക്കൊന്ന് വരട്ടെ. സ്ത്രീയുടെ സന്തതി, ഞാൻ ആ ബാക്കി ഭാഗങ്ങളെല്ലാം വിടുക, വേഗത്തിൽ പോകേണ്ടത് കൊണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്നൊരു പദം കർത്താവ് പറഞ്ഞു. അനേക വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്, അനേക ഗൗരവമേറിയ അർത്ഥവ്യാപ്തികൾ അതിനുണ്ട്. ഞാൻ ഒരൊറ്റ ആശയമേ ഇന്ന് തൊടാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പാമ്പേ, നീ ഇത് ചെയ്തു. ശ്രദ്ധിച്ചോ,
നീ വളരെ കണ്ണിങ്ങായി എൻ്റെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ലീഗൽ ശരീരത്തോടെ മണ്ണിൽ നിന്നെടുത്ത ശരീരത്തിലൂടെ ഞാൻ സൃഷ്ടിച്ച ആദമിനെയും ഹൗവയെയും വഞ്ചിച്ചുവെങ്കിൽ ഞാനും വരുന്നു, ലീഗൽ ശരീരത്തിൽ തന്നെ വരും, സ്ത്രീയുടെ സന്തതിയായി തന്നെ അവതരിക്കും. ഈ മണ്ണിൽ നിന്നെടുത്ത അതേ ഷേപ്പിൽ, ലീഗൽ ഷേപ്പിൽ, ലീഗൽ സന്തതിയായി ഞാനും ഇറങ്ങി വന്ന് നിന്റെ തല തകർത്തിരിക്കും. നീ അത് ശ്രദ്ധിച്ചു. ഈ ഭാഗത്തെക്കുറിച്ച് യെശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വിവരിക്കുന്നു. നമുക്ക് ഇപ്പോൾ നോക്കണമെന്നില്ല. ഓക്കെ, ഒന്ന് വായിക്കാമോ? ദയവായി വായിക്കാം. യെശയ്യാവ് 9:6 വായിച്ചു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. മണ്ണായിരുന്ന യെശയ്യാ പ്രവാചകൻ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യരോട് പ്രവചനം വിളിച്ചു പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വരെയും തുടർന്ന് പഴയ നിയമം മുഴുവനും യേശുവിനെ കുറിച്ചുള്ള പ്രവചന പദങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ യെശയ്യാ എന്ന പ്രവാചകൻ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തനിക്ക് സമസൃഷ്ടങ്ങളായ മനുഷ്യരോട് പറയുകയാണ്, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ലഭിച്ചിരിക്കുന്നു. ഒരു ശിശു, ഒരു മകൻ എന്ന 2 വാചകങ്ങൾ ജനിക്കുവാനുള്ള യേശുവിനെ കുറിച്ച് എടുത്തു പറയുന്നത് കാണാം. ആ ജനിക്കപ്പെടുന്ന ശിശു അതൊരു മകനായിരിക്കും. നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ജനിക്കുവാൻ പോകുന്ന പൈതലിനെ കുറിച്ച് പ്രവചനയാത്മാവിൽ എടുത്തു പറയുകയാണ്, വാഗ്ദത്തം തന്നു കഴിഞ്ഞതിനാൽ ഇത് സംഭവിച്ചിരിക്കുന്നു. ദൈവിക വാഗ്ദത്തങ്ങൾ കൺമുൻപിൽ കാണുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവം ചെയ്ത് കഴിഞ്ഞതാകയാൽ അത് അപ്രകാരമെന്ന് വിശ്വസിക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, നമ്പർ 1, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. തീർന്നില്ല, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആ മകൻ ജനിക്കുന്നതിനും വാഗ്ദത്തത്തിനും ഇടയിൽ ഒരു ഭയങ്കര ഗ്യാപ്പുണ്ട്. ഇന്നലെ രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ രാജു പാസ്റ്റർ എടുത്തു പറഞ്ഞിരുന്നു, ഇതിനെ വെയിറ്റിംഗ് പീരീഡ് എന്നാണ് ആത്മലോകം വിളിക്കുന്നത്. ഈ വെയിറ്റിംഗ് പീരീഡ് കംപ്ലീറ്റ് ചെയ്താൽ ഇത് നൽകപ്പെട്ടിരിക്കും. അങ്ങനെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 28-29 വാക്യങ്ങൾ നമുക്ക് നോക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:28-29 വാക്യങ്ങൾ. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്കു കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. നിൽക്കട്ടെ, ഒരു ദിവസം അല്ലെങ്കിൽ ദൈവത്തിന്റെ വെയിറ്റിംഗ് പീരീഡിന്, മനുഷ്യൻ ദൈവസന്നിധിയിൽ എടുക്കേണ്ട വെയിറ്റിംഗ് പീരീഡിന്റെ അന്തമായതോടെ ഹെബ്രിയേൽ എന്ന മാലാഖയെ ഒരു ദൂതുമായി അഥവാ വചനവുമായി ദൈവം പറഞ്ഞയച്ചു. ഈ വചനവുമായി വന്ന ഹെബ്രിയേൽ മാലാഖ, മറക്കരുത്, ഹെബ്രിയേൽ ദൈവം ഏൽപ്പിക്കുന്ന ദൂത് കൊടുക്കുന്ന വ്യക്തിയാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, തമാശ പറയാൻ ഹെബ്രിയേൽ പോകാറില്ല, വെടി പറഞ്ഞ് ചിരിക്കാനും ചിരിപ്പിക്കാനും ഹെബ്രിയേൽ പോകാറില്ല. സക്കറിയ പുരോഹിതനോട് ഹെബ്രിയേൽ പറയുന്നൊരു വാചകം ഞാൻ കോട്ട് ചെയ്യാറുണ്ട്, നിനക്ക് നിന്റെ ഈ വാർദ്ധക്യത്തിൽ ഒരു മകനെ ലഭിക്കുമെന്ന് പറഞ്ഞത് നീ വിശ്വസിച്ചില്ലല്ലോ. ഞാൻ ആരാന്നറിയാമോ? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഹെബ്രിയേലാ. വെടി പറഞ്ഞ് തമാശ പറഞ്ഞ് രസിപ്പിക്കുന്നവനല്ല ഞാൻ രസം പറയാൻ നടക്കുന്നവനല്ല, ദൈവത്തിൻ്റെ വാക്കുകൾ കൈമാറേണ്ടത് നടക്കുന്നവനാണ് ഞാൻ. ഹെബ്രിയേലാണ്. ഈ ഹെബ്രിയേൽ മറിയയുടെ അടുക്കൽ വന്നത് ദൈവത്തിൻ്റെ വചനവുമായിട്ടാണ്. ഈ വചനം അവളോട് ഇടപെട്ടു. ആ വചനം ഇതായിരുന്നു, നിനക്ക് വന്ദനം. ആ ഒരു ഒറ്റ വാക്ക് അവൾ കേൾക്കുകയും അവളുടെ ഹൃദയത്തിൽ അവൾ ചിന്തിച്ചു, ഇതെന്തോ ഒരു വന്ദനം എന്ന് പറഞ്ഞാൽ ശരീരം അറിയുന്ന എന്തോ അവളിൽ നടന്നു കഴിഞ്ഞു. ഒരൊറ്റ വാക്ക് ചിലരുടെ ശരീരത്തിൽ ഒരു രോമാഞ്ചമുണ്ടാക്കിക്കൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചില ഭാഗങ്ങൾ അവരോട് ഇടപെടും. ഇല്ലാത്ത നരമ്പുകളുടെ സൃഷ്ടി മുതൽ ഇല്ലാത്ത ശരീരഭാഗങ്ങളുടെ ചലനം വരെ സൃഷ്ടിക്കുന്നതായ വചനം ഇന്നും ചിലർ തിരിച്ചറിയണം. ഈ വചനം കേൾക്കുകയും അവൾക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചു. അവൾ ഹൃദയത്തിൽ ചിന്തിച്ചു, ഇതെന്തൊരു വന്ദനം. എത്ര പേർ നമസ്കാരം പറഞ്ഞു കാണും. കൊച്ചുകുട്ടിയായിരിക്കുന്ന 14ഓളം വയസ്സ് പ്രായം വരുന്ന കൊച്ചു മറിയയുടെ അടുക്കൽ ദൂതനിറങ്ങി വന്ന് സംസാരിക്കുമ്പോൾ ഏതാണ്ടൊന്ന് നടന്നത് ശരീരത്തിൽ അറിഞ്ഞു കാണാം. അവൾ സ്വയം മനസ്സിലൊരു ചോദ്യം ചോദിച്ചു, ഇതെന്തോ ഒരു വന്ദനം. ദൂതന്റെ മറുപടി, പേടിക്കണ്ട, ഭയപ്പെടേണ്ട, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും.
രണ്ട് കാര്യങ്ങൾ നിനക്ക് നടക്കാൻ പോകുകയാ. ആദം എന്ന ഒന്നാമത്തെ മനുഷ്യനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒടുക്കത്തെ ആദമായി യേശു ഇറങ്ങി വരേണ്ടതിന് നിന്നിൽ ചില കാര്യങ്ങൾ നടക്കണം. വരുവാനുള്ള സന്തതിയെക്കുറിച്ച് സ്ത്രീയുടെ സന്തതി എന്ന് വിളിച്ചു പറഞ്ഞിരിക്കയാൽ കന്യകയാകുന്ന നിന്നിലൂടെ ഈ പൈതൽ ജനിച്ചേ മതിയാകൂ. മണ്ണുകൊണ്ട് ഒരു പ്രതിമയുണ്ടാക്കിയതുപോലെ നിന്നിലും ഒരു ജഡരൂപം ഉളവാകണം. നിന്നിൽ ഉളവാകുന്ന ജഡരൂപം വചനം ജഡമായി ഉരുത്തിരിയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലുണ്ട്, വായിക്കണമെന്നില്ല. വചനം ഒന്ന് വായിച്ചു. നല്ലത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നിക്കട്ടെ, എബ്രിയേൽ വന്ന് ഈ വാർത്ത പറയുകയും ദൈവത്തിന്റെ വചനം അവളുടെ ഉള്ളിലേക്ക് വീഴുകയും വചനം ജഡമായി ഉരുത്തിരിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു ജഡം ആവശ്യമായിരുന്നു. ആദമിനെ മണ്ണുകൊണ്ടുള്ള ഒരു പ്രതിമ പോലെ സൃഷ്ടിച്ചതുപോലെ ദൈവത്തിന്റെ വചനം ജഡമായി മറിയയിൽ ഉരുത്തിരിഞ്ഞു. രണ്ടാമത്തെ പദം 35-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1:35. അകത്ത് ജഡമായി യേശു ഉരുത്തിരിഞ്ഞു കഴിഞ്ഞു. മറിയേ, ഒന്ന്, നിന്റെ ഉള്ളിൽ ഒരു ശിശു ഉരുവായി കഴിഞ്ഞു. ഒരു ശിശു നിന്റെ അകത്ത് രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ആ പുറം ശരീരം അവന് ലഭിച്ചു കഴിഞ്ഞു. അതെവിടെ നിന്ന് വന്നു? വചനത്തിൽ നിന്ന് വന്നു. തവട്ട് അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇനിയും നിനക്ക് വേണ്ടത് ആദമിന് ലഭിച്ചതുപോലെ ഒരു ഊത്ത. സ്വർഗത്തിൽ ദൈവം സൃഷ്ടിച്ച ആ ശക്തിയെ, അല്ലെങ്കിൽ ആത്മാവിനെ, ഞാൻ ആത്മാവെന്ന് പറയുന്നത് ഒന്നുകൂടെ തിരുത്തിക്കോട്ടെ. റുവ എന്ന വാക്കിൽ നിന്നാണ് ശ്വാസം എന്ന പദം തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത്. റുവ എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം ആത്മാവെന്നും രണ്ടാമത്തെ അർത്ഥം കാറ്റ്, വായു എന്നുമൊക്കെയാണ്. ദൈവം ആദിയിൽ റുവയെ സൃഷ്ടിച്ചു. റുവയാണ് ആദ്യമുണ്ടായത്, ആത്മാവാണ് ആദ്യമുണ്ടായത്. ആ റുവയെയാണ് തന്റെ ഈ ജഡത്തിലേക്ക് ആദമിന് വേണ്ടി ഊതിയത്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ ജീവശ്വാസമൂതി എന്നാണ്. വെറും ശ്വാസമല്ല ഊതിയത്, റൂവയാണത്, ജീവനുള്ള ശ്വാസമാണത്. വെറും കാറ്റല്ല ഊതിയത്, റൂവയാണ് ഊതിയത്, ജീവനുള്ളതായ കാറ്റാണ് ഊതിയത്. ജീവനുള്ളതായ ആത്മാവിനെ ഊതിയതുപോലെ, ജഡത്തിന്റെ ഉള്ളിലേക്ക് ആത്മാവിനെ ഊതിക്കയറ്റിയതുപോലെ വചനം ജഡമായി ഉരുത്തിരിഞ്ഞ മറിയെ നിന്റെ ഉള്ളിലേക്ക് ഒരു കാറ്റടിക്കാൻ പോകുകയാ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയായിരിക്കും. ഈ ഉത്ഭവിക്കുന്നത് ഒരു മനുഷ്യപ്രജയല്ല, ഈ ഉത്ഭവിക്കുന്നത് ഒരു വിശുദ്ധ പ്രജയായിരിക്കും. യെശയ്യാവിനോട് ചോദിക്കാം, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ ദൈവമായിരിക്കും. ആധിപത്യം വഹിക്കേണ്ടതിന്, ആദാം നഷ്ടപ്പെടുത്തിയ ആധിപത്യം തിരികെ പിടിക്കേണ്ടതിന്, അത്ഭുത മന്ത്രിയായി നടക്കേണ്ടതിന്, രാജ്യത്വം തിരികെ പിടിക്കേണ്ടതിന് ഇവനെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഇവൻ ഒടുക്കത്തെ ആദാമായിരിക്കും. ഒന്നാമത്തെ ആദാം പരാജയപ്പെട്ട ഇടത്ത് ഒടുക്കത്തെ ആദാമായി നമ്മുടെ യേശു ഇറങ്ങി വരുന്ന ചരിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വായിക്കുന്നില്ല? കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം നമ്മൾ വായിച്ചിരുന്നു. ഒടുക്കത്തെ ആദാം എന്ന് യേശുവിനെ വിളിക്കുന്നത് കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 38-ാം വാക്യവും വായിക്കുന്നില്ല. ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. ഒടുക്കത്തെ ആദാമായ ക്രിസ്തു അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ഒന്നാമത്തെ ആദാമിനെ റീപ്ലേസ് ചെയ്തു. ലൂക്കോസ് 3:38 ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് തകർന്നു പോയ ആദമിന് പകരമായി യഹോവയായ ദൈവം തന്റെ ദൂതനെ അയച്ച് മറിയയിലൂടെ ദൈവപുത്രനെ പുറത്തെടുക്കുവാൻ തീരുമാനിച്ചു. ഒടുക്കത്തെ ആദം യേശു ദൈവത്തിന്റെ പുത്രനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വരുമ്പോൾ, വായിക്കുന്നില്ല, സമയം അങ്ങ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ദീർഘകാലങ്ങളിലെ ചരിത്രം ഞാൻ ചുരുക്കുകയാ, എനിക്ക് വേറെ എവിടെയോ വരാനുണ്ട്. അങ്ങനെ 4-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമായപ്പോഴത്തേക്ക് സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് യേശുവിനെ അയക്കുവാൻ പിതാവായ ദൈവം തീരുമാനിച്ചു. ഇതിനു മുന്നമേ ചില കാര്യങ്ങൾ യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. വചനം ജഡമായി തീർന്ന യേശു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കേണ്ടതിന് ആത്മാവിനാൽ ഉരുവായവൻ മണ്ണിലേക്ക് ജനിച്ചു. തുടർന്ന് തിരുവചനം പറഞ്ഞു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു.
ഔവ സർപ്പത്താൽ വഞ്ചിക്കപ്പെട്ടതുപോലെ താൻ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ മാത്രമല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ താൻ ആത്മാവിനാൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. ഔവ പോയ പോക്കിന് സർപ്പത്തിൻ്റെ ഇച്ഛയ്ക്കൊത്തവണ്ണം പഴം നോക്കിയതുപോലെ ഒരു ദുർനിൽപ്പ് നിന്നതുപോലെ എൻ്റെ യേശുവിന് ഒരു അനുഭവമില്ല. പകരം താൻ നടക്കുമ്പോഴൊക്കെയും ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, നമ്മളെ ദൈവമക്കളാക്കേണ്ടതിന് വേണ്ടി ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന പദ്ധതിയുടെ ഭാഗങ്ങൾ കാണരുതാത്തത് കാണാനല്ല, ബലപ്പെടേണ്ടടുത്ത് ബലപ്പെടുത്താനാ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യമെന്ന് കണ്ടുകൊണ്ട് ഔവ അരുതാത്ത പഴം നോക്കിയപ്പോൾ ജ്ഞാനത്തിൽ നിറയേണ്ടതിന് വേണ്ടി ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം യോഹന്നാൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ആ വാക്കുകൾ വലുതാ. ലൂക്കോസ് 3 നിന്ന് 1 മുതൽ വായിച്ചു വന്നാൽ വായിക്കുന്നില്ല. യേശുവിന് സ്നാനമേറ്റ ശേഷം തൻ്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങേണ്ടതായി വന്നു. ശുശ്രൂഷയ്ക്ക് ഇറങ്ങേണ്ടതിന് യേശു തീരുമാനിച്ച സമയത്തെക്കുറിച്ച് ഒരു വിശദീകരണം കൊടുക്കുന്ന കൂട്ടത്തിൽ യേശുവിൻ്റെ ജനനത്തിൻ്റെ പട്ടികയെ എടുത്തേച്ച് യേശുവിൻ്റെ കാലം മുതൽ ആദം വരെ തിരിച്ചു പോയി വെച്ച് പറഞ്ഞു, ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു. ഇപ്പോൾ സ്നാനത്തിന് വേണ്ടി വന്നു നിൽക്കുന്നത് ആരാന്നറിയാമോ? യേശു എന്ന ദൈവപുത്രൻ സ്നാനത്തിന് വേണ്ടി വന്ന് നിൽക്കയാ. യേശു സ്നാനമേറ്റു, വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആത്മാവ് പ്രാവെന്ന പോലെ തൻ്റെ മേലിറങ്ങി. ആത്മാവിനാൽ ജനിച്ച യേശു, ആത്മാവിനാൽ ബലപ്പെട്ട യേശുവിനെ മൂന്നാമത്തെ അനുഭവത്തിലേക്ക് നടത്തി. ആത്മാവിനാൽ അവൻ അഭിഷക്തനായി. തേജസ് ധരിച്ച ആദമും ഹൗവയും ഏദനിൽ നടന്നിരുന്നത് പോലെ ആത്മാവിനാൽ അഭിഷക്തനായി യേശു, ആത്മാവ് തൻ്റെ മേൽ ഇറങ്ങി വരികയും തൻ്റെ മേൽ പതിയുകയും ചെയ്ത സാഹചര്യത്തിൽ യെരുശലേമിലൂടെ സഞ്ചരിക്കുവാൻ പോകുകയാണ്. ആത്മാവിൽ നിറഞ്ഞു. കർത്താവ് പറഞ്ഞു, നേരെ സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം നീ ഈ 30 വർഷം ഇവിടെ ജീവിച്ച കൂട്ടത്തിൽ അവന് നിന്റെ ഒന്നുമില്ലെന്ന് തെളിയിക്കാനായി വാ, ഞാൻ നിന്നെ സാത്താന്റെ അടുക്കിലേക്ക് നടത്തുകയാ. ഒരു 40 രാവും 40 പകലും യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. ആ ദിവസങ്ങളിൽ യേശു ഉപവാസവുമായിരുന്നു. ഈ 40 രാപകലുകൾക്ക് ശേഷം ഒടുവിലത്തെ പരീക്ഷയിൽ കർത്താവായ യേശു ഒടുവിലായി സാത്താനോട് എന്നെ വിട്ടുപോ എന്ന് പറയുന്ന ഒരു രംഗം കാണാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും പലയിടങ്ങളിലും ഇത് എഴുതിയിട്ടുണ്ട്. ഓർഡറുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. മത്തായി എഴുതുമ്പോൾ 3 പരീക്ഷകൾ നേരിട്ടതിൽ മൂന്നാമത്തെ പരീക്ഷയായിട്ടാണ്, അഥവാ ഒടുക്കത്തെ പരീക്ഷയായിട്ടാണ് തൻ്റെ ഈ ഭൂമി മുഴുവനും യേശുവിനെ കാണിച്ചു കൊടുത്തു എന്ന ഭാഗം എഴുതിയിരിക്കുന്നത്. വേറൊരു സുവിശേഷത്തിൽ ലൂക്കോസിൽ അത് 2ാം പരീക്ഷയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ ഭാഗം നമ്മൾ വായിച്ചാൽ 1, 2, 3 എന്ന ക്രമമല്ല ഇവിടെ കാണിച്ചത്. നേരിട്ട് 3 പരീക്ഷകളെ എടുത്തു കാണിക്കുകയായിരുന്നു. എനിക്ക് ഇതിനകത്തിരിക്കുന്ന ആളുകളെ, ഒന്നാമത് പാസ്റ്റർ ഇരിക്കുന്നു, രണ്ടാമത് സുനിൽ പാസ്റ്റർ ഇരിക്കുന്നു, മൂന്നാമത് ഉണ്ണിപ്പാസ്റ്റർ ഇരിക്കുന്നു എന്നിങ്ങനെ എണ്ണി പറയാം. പകരം തൻ്റെ ഉണ്ണിപ്പാസും സുനിൽ പാസും രാജു പാസും ഇവിടെ ഉണ്ടെന്നും പറയാം. ഓർഡറിൽ എണ്ണുന്നതും പേര് പറയുന്നതും രണ്ടാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നടന്നിരുന്നതായ പരീക്ഷകളെ എണ്ണിപ്പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ ഓർഡറിൽ അതിനെ എഴുതിയിരിക്കുന്നതായി കാണാം. എന്തുകൊണ്ടാണ് എം എ വർഗീസ് അങ്ങനെ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷത്തിൽ ഓർഡറിലായി എഴുതിയിരിക്കുന്നത് കാരണം അടുത്ത വാക്ക് പറയുന്നത് എന്നെ വിട്ടുപോയെന്ന് പറഞ്ഞപ്പോൾ കുറെ നാളത്തേക്ക് യേശുവിനെ വിട്ടുപോയെന്ന. അങ്ങനെയാണെങ്കിൽ 3ാം പരീക്ഷ ഇത് തന്നെയാണ്. 2ാം പരീക്ഷയിലാണ് വിട്ടുപോയതെങ്കിൽ 3ാം പരീക്ഷ നടക്കാനൊക്കത്തില്ല. അങ്ങനെ മത്തായിയുടെ സുവിശേഷം പറയുന്നു, 3ാമത്തെ പരീക്ഷയിൽ യേശു സാത്താനോട് പറഞ്ഞു എന്നെ വിട്ടുപോ. അവിടെ ഉദ്ധരിച്ചിരിക്കുന്ന പദം ബഥേലിന് ഇത് പരിചയമുള്ളതാണ്. വിട്ടുപോയെന്നല്ല പറഞ്ഞത്, പകരം ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ, എൻ്റെ പുറകിലോട്ട് മാറി നില്ലടാ പിശാചേ. തൻ്റെ പണ്ടൊരിക്കൽ വന്ന് ഔവായുടെ അടുക്കൽ പഴം പറിച്ചു തിന്നാൻ പറഞ്ഞ ഉടനെ അവൾ പറിച്ചു തിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നെന്നോട് കല്ലപ്പമാകാൻ പറഞ്ഞിട്ട് ഞാനിത് ചെയ്തില്ല. ഔവായുടെ കൺമുൻപിൽ മോഹം ജനിപ്പിച്ചിട്ട് കാണാൻ ഭംഗിയുള്ളതെന്ന് കണ്ട് തിരഞ്ഞെടുത്തതുപോലെ നീ കാണിച്ച ഭംഗിയുള്ള ലോകം ഞാൻ തിരഞ്ഞെടുക്കാൻ വരുന്നില്ല. നിന്റെ പരീക്ഷകൾ തീർന്നു, ഗെറ്റ് ബിഹൈൻഡ്, പുറകോട്ട് മാറി നില്ല്. ഇനി ഞാൻ വേറൊരു പണി കാണിക്കാൻ വരിക. കാര്യം ഞാൻ ഇവിടെ വന്നത് അടക്കി ഭരിക്കാനാ. 3 ലക്ഷ്യങ്ങളുണ്ട് എൻ്റെ വരവിന്. 1,
സന്താനപുഷ്ടിയുള്ളവനായി പെരുകുവാൻ. ഞാൻ ഒടുവിലെ എവിടെ വരത്തുള്ളൂ. 2, അടക്കി വാഴുവാൻ. ആകാശത്തിലെ പറവകൾ, ഭൂമിയിലെ മൃഗങ്ങൾ, വെള്ളത്തിലെ മത്സ്യങ്ങൾ എന്നിവയുടെ മേൽ ആധിപത്യം പുലർത്തുവാൻ എൻ്റെ പിതാവിൻ്റെ സാമ്രാജ്യം ഇവിടെ കൊണ്ട് സ്ഥാപിക്കേണ്ടതിനാ അതിനിടയിൽ കയറിയ പിശാചേ, ഒരു അഡീഷണൽ ദൗത്യം എനിക്കുണ്ട്. അത് നിന്റെ തല തകർക്കുക. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു അഡീഷണൽ ദൗത്യമുണ്ട്. അത് നിന്റെ തല തകർക്കുക. തല തകർക്കുക എന്ന് പറയുന്നിടത്ത് അനേക കാര്യമുണ്ട്. നിന്റെ സ്വഭാവം നശിപ്പിക്കുക, നിന്റെ ജീവിത രീതി നശിപ്പിക്കുക, നിന്റെ ആചാരങ്ങളെ നശിപ്പിക്കുക, നിന്റെ പ്രകൃതികളെ നശിപ്പിക്കുക. എന്റെ തലമുറയിൽ അത് ബാധിക്കാതെ എന്റെ ജനത്തെ അവിടെ നിന്ന് മാറ്റി ഞാൻ സീൽ ചെയ്യുകയാ. ഒടുവിൽ നിന്റെ തല ഞാൻ അക്ഷരീകമായി തകർത്തിരിക്കും. എന്നിട്ട് ഞാൻ ഈ നഷ്ടമായത് തിരികെ പിടിക്കും. അതുകൊണ്ട് ഗെറ്റ് ബിഹൈൻഡ് മീ, മാറി നില്ല്. ഇത് പറഞ്ഞ ശേഷം യേശു തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുകയും അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയും പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്ത ശേഷം ഒരു ദിവസം തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരുടെ മേൽ ഒന്നൂതി. പണ്ടാണ്ട് ആദാമിന്റെ മേൽ ഊതിയ ഊത്തെന്ന് ആവർത്തിച്ചു. ഒന്നൂതി. എന്നിട്ട് പറഞ്ഞ ആത്മാവിനെ കൈക്കൊണ്ടു. ആദം ഹവ്വമാർ നഷ്ടപ്പെടുത്തിയത് മുതൽ പിതാക്കന്മാർ കളഞ്ഞു കുളിച്ചത് സകലതും ഈ തലയുടെ മേൽ റിസ്റ്റോർ ചെയ്യുവാൻ ഒന്നൂതി. എന്നിട്ട് പറഞ്ഞു, ഈ കേട്ടതൊരു വാഗ്ദത്തമാണ്, ഈ ആത്മാവ് ഒരു വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നോണം. ആ വാഗ്ദത്തം നിങ്ങളുടെ മേൽ വന്നാൽ യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ലോകത്തിന്റെ അറ്റം വരെ നിങ്ങൾ പോയിരിക്കും. സകല സൃഷ്ടിയോടും പ്രസംഗിച്ചിരിക്കും. വിശ്വസിക്കുന്നതിനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കും. അവരുടെ ഒക്കമേൽ ഞാൻ ഈ ഊത്തൂതും ഒരാത്മപകർച്ച നടക്കും. നിങ്ങൾ ഭൂമിയിൽ ജയിച്ചിരിക്കും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പ, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാ. ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾ അതാ. നിങ്ങൾ എൻ്റെ പ്രതിപുരുഷന്മാരായി ഞാൻ നിങ്ങളെ അയച്ചിരിക്കും. ഇതവരോട് വാക്ക് പറഞ്ഞു. വാക്ക് പറഞ്ഞ ശേഷം യേശു കാൽവറിയിലേക്ക് നടന്നു. ഞങ്ങൾ ഒത്തിരി 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 ചുരുക്കുകയാണേ. പക്ഷെ ഇവിടെ ചില വാക്കുകൾ പറയാതെ യാതൊരു നിവൃത്തിയുമില്ല. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിന്റെ 50 മുതൽ 52 വരെയുള്ള യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാവ് 53:10. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഇങ്ങനെ വളർന്നു വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ ഇങ്ങോട്ട് ഉയർത്തിയേച്ച് പറയുകയാണ്, അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. വായിച്ചോ. അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് ഇന്ന് വരെ ആദാമ്യ സന്തതി കാണിച്ച സകലതിനും വേണ്ടി ഒരു വലിയ അകൃത്യയാഗമായി ഇവന്റെ പ്രാണനെ ആക്കുക. ഇവനിൽ വ്യാപരിച്ച ജീവനുണ്ടല്ലോ, പ്രാണൻ, ഈ പ്രാണനെ ഒരു അകൃത്യയാഗമാക്കുക. എന്നിട്ട് അവൻ സന്തതിയെ കാണുകയും, ആ സന്തതികൾ പെരുകുമെന്ന് പറഞ്ഞ പദമുണ്ടല്ലോ, കർത്താവ് മറന്നില്ല. നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുക. ഇത് നടക്കാൻ പോകുക. ഒടുക്കത്തെ ആദാമിൽ അവൻ സന്തതിയെ കാണുകയും പിന്നെ ദീർഘായുസ് പ്രാപിക്കുകയും, വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. അതിന്റെ കോമ്പൻസേഷൻ ചെയ്താൽ ഇവൻ ദീർഘായുസ് പ്രാപിക്കും. ആ പണ്ട് നടന്നതിന് എല്ലാം ഒരു പ്രതിവിധി. അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും പിന്നെ യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വരണമേ. ദൈവിക കോളനിയാക്കി ഇതിനെ മാറ്റുവാനുള്ള ദൈവിക ഇഷ്ടം ഈ യേശുവിന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. ഇനിയും യെശയ്യാവ് പറയുന്ന വേറൊരു ഭാഗത്തേക്ക് തിരിയാൻ പോവുകയാണ്. ഇന്ന് വല്ലതും വേണ്ടവർ അതിൽ നിന്ന് പിടിച്ചോണം. യെശയ്യാവിന്റെ പുസ്തകം അതേ 53-ന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. കണ്ട് ഇവന്റെ വളർച്ച എങ്ങനെയാണെന്നറിയാമോ? ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് മുളയ്ക്കുന്ന വേര് പോലെയും വളരാൻ അർഹതയില്ലാത്ത വെള്ളമില്ലാത്ത ഇടത്ത് നിന്ന് അസാധ്യതകളുടെ നടുവിൽ നിന്ന് വളർന്നു വരുന്നവനോ ഇവൻ വളരും. മറിയ ഈ ചോദ്യം ആദ്യം ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും?
ജനന സമയത്ത് യേശുവിന് മരിക്കത്തക്കതുപോലെ സാഹചര്യങ്ങൾ പ്രതികൂലമായി. 2 വയസ്സ് തികയുന്നതിന് മുന്നമേ കൊന്നുകളവാൻ ഹേരോദാവ് എഴുന്നേറ്റു. ശുശ്രൂഷ ആരംഭിച്ചതോടെ തലകീഴായി തള്ളിയിട്ട് കൊല്ലുവാൻ യഹൂദന്മാർ വന്നു. പിന്നത്തേതിൽ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ആളുകൾ ഒരുമിച്ചു കൂടി. ഇവന്റെ വളർച്ച നല്ല സാഹചര്യത്തിലായിരുന്നില്ല. വരണ്ട നിലത്ത് നിന്ന് മുളയ്ക്കുന്ന വേരി പോലെയാണ്, പക്ഷേ ഇവൻ വളർന്നിരിക്കും. ഇന്ന് പകൽ പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ തളരുകയില്ല. യേശുവിനെ സേവിക്കുന്നവരെങ്കിൽ നിങ്ങൾ വളർന്നിരിക്കും. എങ്ങനെ? ഇളയ തൈ പോലെയും. പാരമ്പര്യത്തിന്റെ മേന്മയിലല്ല, ഇളയ തൈ പോലെയും, വരണ്ട നിലത്ത് നിന്ന് മുളയ്ക്കുന്ന വേര് പോലെയും വളർന്നിരിക്കും. പിന്നെ ക്രൂശിന്റെ മേൽ വായിച്ചു, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. ആരും ആഗ്രഹിക്കത്തക്കതൊന്നും കയ്യിലില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറി. വായിച്ചു, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. വായിച്ചു, അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ഒരു കൊച്ചു വാക്യം കൂടെ പുതിയ നിയമത്തിൽ നിന്ന് പിന്നത്തേതിൽ എടുക്കും. എന്നാൽ ഈ സാഹചര്യത്തിൽ ഒന്ന് പറഞ്ഞേച്ചങ്ങ് പോയേക്കാം. അന്നവൻ എങ്ങനെയാണെന്നറിയാമോ? ചതഞ്ഞ ഓടയാ. എന്റെ കർത്താവ് ഒരിക്കൽ പറഞ്ഞ്, ചതഞ്ഞ ഓട ഓടിക്കത്തില്ല. കാൽവറിയിൽ തൂങ്ങിക്കിടക്കുന്ന യേശു രൂപഗണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ ചതഞ്ഞ ഓട പോലെ കിടക്കുകയാ, പുകയുന്ന ഒരു തിരി പോലെ. എപ്പോഴും ഇതിന്റെ ജീവൻ പോകുമെന്ന് അറിയാൻ വയ്യാതെ കെടാൻ തുടങ്ങുന്ന മെഴുകുതിരി പോലെ, പുകയുന്ന തിരി പോലെ ക്രൂശിൽ തൂങ്ങി നിൽക്കുകയാണ്. പക്ഷേ ആ സാഹചര്യങ്ങളിൽ ചിലതെല്ലാം സംഭവിച്ചു. വായിച്ചാട്ടെ, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. പാസ്റ്റർ തോമസ് ജോർജ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ വിളിച്ചു പറഞ്ഞ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. തൻ്റെ മേൽ അടിയേറ്റത് എൻ്റെ രോഗത്തിന് വേണ്ടിയായിരുന്നു. തൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം തന്നു. ഹേ പിശാചേ, പാപത്തിന്റെ അനന്തരഫലമായി രോഗം നീ മനുഷ്യനിൽ വിതച്ചെങ്കിൽ ഇതാ അതിന്റെ ശിക്ഷ ഏൽക്കുവാൻ ഒടുക്കത്തെ ആദാം കാൽവറിയിൽ തൂങ്ങി നിൽക്കുകയാണ്. ഹേ പിശാചേ, നീ മരണം കൊണ്ടുവന്നെങ്കിൽ അതിന്റെ പ്രതിവിധിക്ക് വേണ്ടി പാപം ചെയ്യാത്തവൻ മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട് കഴിഞ്ഞു. കാൽവറിയിൽ യേശു ചെയ്തത് ഒരു കൈമാറ്റമായിരുന്നു. സാത്താന്റെ കൈ കൊണ്ട് സാധിച്ചത് അവൻ ചെയ്തു നശിപ്പിച്ചത് തിരികെ എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് നന്മയും അനുഗ്രഹവും റിലീസ് ചെയ്തുകൊണ്ട് യേശു കാൽവറിയിൽ തൂങ്ങി നിൽക്കുന്ന ഒരു രംഗമാണ്. ഇനി ഞാൻ ആ വാക്യം വായിക്കുന്നില്ല. മർക്കോസിന്റെ സുവിശേഷത്തിൽ അതുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ അതുണ്ട്. ഞാനത് എടുത്തു വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മത്തായി 27:50 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 1, എൻ്റെ ശരീരത്തിന് വേണ്ടി യേശു കാൽവറിയിൽ പാടുപെട്ടു. എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി, വേദനകൾക്ക് വേണ്ടി, എൻ്റെ മരണവിധിയിൽ നിന്ന് മാറ്റേണ്ടതിന് വേണ്ടി യേശു കാൽവറിയിൽ പാടുപെട്ടു. 2, 27-ാമത്തെ അധ്യായത്തിന്റെ 50 മുതൽ 52 വരെ. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ടടിയോളം 2ആയി ചീന്തിപ്പോയി. പ്രാണനെ വിട്ടു എന്ന ഭാഗത്ത് ഞാൻ തിരിച്ചു വരും. ഈ ഭാഗത്തെക്കുറിച്ച് ആ വാക്യം മറിക്കരുതേ. ഈ ഭാഗത്തെക്കുറിച്ച് മർക്കോസിന്റെ മത്തായിയുടെ സുവിശേഷം 27-ലുണ്ട്, മർക്കോസ് 15:37 വാക്യത്തിലുണ്ട്, ലൂക്കോസ് 23-ലുണ്ട്, യോഹന്നാൻ 19:30-ലുണ്ട്. 4 വ്യക്തികളും 4 സുവിശേഷകന്മാരും യേശുവിന്റെ കാൽവരിയുടെ മരണരംഗം ചിത്രീകരിക്കുന്നുണ്ട്. ഒന്നുകൂടെ ആവർത്തിക്കാം. മത്തായി 27, മർക്കോസ് 15, ലൂക്കോസ് 23, യോഹന്നാൻ 19. ഈ അധ്യായങ്ങളിൽ യേശുവിന്റെ മരണത്തെക്കുറിച്ചും ഈ സംഭവങ്ങളെക്കുറിച്ചും പറയുന്നു. ഇത് ഒരുമിച്ച് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് തൻ്റെ അന്തിമമായ വാചകം, പിതാവേ എൻ്റെ ആത്മാവിനെ, എൻ്റെ ജീവനെ, മൈ സോൾ, എൻ്റെ ജീവനെ തൃക്കരങ്ങളിലേക്ക്, മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് തല ചായ്ക്കുന്നതിന് മുന്നമേ തന്നെ ആ സംഭവങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ചാ സംഭവിച്ചത്. ചിലതെല്ലാം സംഭവിച്ചു. 1, ഞാൻ ഒന്നുകൂടെ പറഞ്ഞ പദം ആവർത്തിക്കട്ടെ. ഒരിടത്ത് വായിക്കുമ്പോൾ യേശു മരിച്ച ശേഷം, താൻ തലചായ്ച്ച് ജീവൻ വിട്ട ശേഷം, പ്രാണൻ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം മന്ദിരത്തിലെ തിരശ്ശീല ചീന്തി എന്ന് കാണാം. അന്നേരത്ത് ഭൂകമ്പമുണ്ടായി എന്ന് കാണാം. എന്നാൽ ഈ 4 സുവിശേഷങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ, ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞായിരുന്നു, സാത്താൻ വിട്ടുപോയ ശേഷം പരീക്ഷകൾ ഒക്കാത്തതുകൊണ്ട് ഒടുവിലത്തെ പരീക്ഷയായി മത്തായി എഴുതിയിരിക്കുന്നതാണ് കറക്റ്റ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ, ഇവിടെ സാഹചര്യം നോക്കിയാൽ യേശു സകലതും നിവൃത്തിയായി എന്ന് പറയുന്നതിനും
പ്രാണൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനും ഇടയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, മന്ദിരത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് താഴോളം ചിന്തി ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ ഏദനിൽ നിന്ന് ഇറക്കിവിടപ്പെട്ട അത്തിയിലെ കുട്ടിത്തുന്നി അരയാടയുണ്ടാക്കി നാണം സഹിക്കാൻ വയ്യാതെ പോയ ആ ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതിന് തടസ്സമായി നിന്നിരുന്ന പഴയ നിയമത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ട് താഴോളം ചീന്തിക്കൊണ്ട് ആത്മീക സാഹചര്യങ്ങൾക്ക് ഒരു വ്യത്യാസം വരുത്തി യേശു ഒരു വിളി വിളിച്ചു, നിവർത്തിയായി. അതോടെ തിരശ്ശീല കീറി. പാസ്റ്റർ വി. എ. തോമസ് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരു പദമുണ്ട്, താഴെ മുതൽ മേളിലോട്ട് കീറി എന്ന് പറഞ്ഞാൽ വല്ല പുരോഹിതനും അരിശം വന്ന് വലിച്ചു കീറിയതാ എന്ന് ചിന്തിക്കാം. ഇതങ്ങനെ അല്ല കീറിയത്, മുകൾ തൊട്ട് താഴോട്ട്. എന്തിനാ ഈ പദമൊക്കെ എടുത്തു പറയുന്നത്? അത് അറിയാൻ വേണ്ടിയാ എടുത്തു പറയുന്നത്. ഇത് ദൈവം കീറിയതാ. തമ്പുരാൻ ഒരു ചവിട്ടി എന്റെ പുത്രന്റെ മരണത്തോടെ മനുഷ്യൻ എന്നിൽ നിന്ന് അകന്നു പോയത്, ഇതാ സാഹചര്യം മാറ്റി ആ തിരശ്ശീല ഞാൻ കീറി. ഇന്ന് നമുക്ക് സമയഭേദം കൂടാതെ കൃപാസനത്തിലേക്ക് വരുവാൻ ഒരു പുതുവഴി തുറന്നു. അടുത്തത്, ഭൂമി കുലുങ്ങി. ഇതിന്റെ നിയന്ത്രണം പിടിച്ചിരുന്നവൻ കാൽവരിയിൽ അസ്തമിച്ചതോടെ ഭൂമി അത് തിരിച്ചറിഞ്ഞു, ഈ ഭൂമി കുലുങ്ങി. അടുത്ത ആശയത്തിലോട്ട് കയറാൻ പോകുകയാ. സാത്താൻ ഭരിച്ചിരുന്ന ഭൂമി തിരിച്ചറിഞ്ഞു. ഇതെന്തൊരു വന്ദനമെന്ന് മറിയയുടെ ശരീരം ചോദിക്കുമാർ, ശരീരത്തിലെ അനുഭവം ചോദിച്ചതുപോലെ തിരിച്ചറിയത്തക്കൊരു ചേഞ്ച് ഭൂമിക്കുണ്ടായി. ഇവനൊന്നു കുലുങ്ങി. അടുത്തത്, പാറകൾ പിളർന്നു. വി. എ. തോമസിന്റെ ആശയത്തിലേക്ക് വരാം. 5 വിധ മാരക ആയുധങ്ങളാൽ കാൽവറിയിൽ കൊത്തുപണി ചെയ്യപ്പെട്ട ക്രിസ്തു എന്ന വ്യക്തിത്വത്തെ സഭയുടെ മൂലക്കല്ലായി നിയമിക്കുവാൻ പിതാവിന് പ്രസാദം തോന്നിയതോടെ ഈ ലോകത്തിന്റെ കരിമ്പാറകൾ വിണ്ടുകീറി, പാറകൾ പിളർന്നു. വേറൊരു ഗംഭീര ആശയം ഇതിനകത്തുണ്ട്. റോൺ വയത്തിന്റെ ഇൻവെൻഷനുകളിൽ നിന്ന് ഞാൻ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഇന്നും യൂട്യൂബിലെ മെസ്സേജസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റോൺ വയത്തിന്റെ ഇൻവെൻഷനിൽ നിന്ന് കണ്ട ഒന്ന്, യേശു ക്രിസ്തുവിനെ കുരിശിച്ചിരുന്ന അതേ സ്ഥലത്തിന്റെ അടിയിലായി ഒരു ഗുഹയ്ക്കകത്ത് പഴയ നിയമത്തിന്റെ കൃപാസനങ്ങൾ വെച്ചിരുന്നുവെന്നും യേശുവിന്റെ മരണസമയത്ത് പാറകൾ പിളർന്നുവെന്ന് പറയുന്നത് തന്റെ ക്രൂശ് നാട്ടിയിരുന്നതായ പാറയാണെന്നും ആ വിളവിലൂടെ യേശുവിന്റെ രക്തം താഴെ കൊഴുകി അടിയിൽ വെച്ചിരുന്ന ആ കൃപാസനത്തിന്റെ മേൽ വീണുവെന്നുമാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ. ഞാൻ മാറട്ടെ. അടുത്തത്, കല്ലറകൾ തുറന്നു. മരണഭീതിയിൽ നിന്ന് ജനത്തെ വിടുവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിന്റെ അനന്തരഫലമായി വന്നുപോയ മരണവും അതിനപ്പുറത്തുള്ള കല്ലറയുമേ കീറി മാറ്. കാരണം ദേവാലയത്തിലെ തിരശ്ശീല ചിന്തി ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. തന്റെ യേശുവിന്റെ മരണത്താൽ ചിലത് നടക്കാൻ പോകുകയാ. കല്ലറകൾ പിളർന്നു. പിന്നെ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. വരുവാൻ പോകുന്ന ഒരു വലിയ ഉയർപ്പിന്റെ വാഗ്ദത്തം തന്റെ മരണത്തിങ്കൽ തെളിയിച്ചു. തന്റെ ഉയർപ്പിനാൽ ദൈവം അതിന്റെ മേൽ അധികാരത്തിന്റെ മുദ്രയിട്ടു. പിന്നെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു. നിൽക്കട്ടെ, ആ ഭാഗത്തൂടെ പോകുന്നു. ഒന്നാമതായി ചെയ്തത്, നമ്മുടെ രോഗത്തിനും നമ്മുടെ ശരീരക്ലേശങ്ങൾക്കും കാൽവറിയിൽ പ്രതിഫലം വരുത്തി. താൻ പുകയുന്ന തിരി പോലെയും ഊതിക്കെടുത്തുവാൻ കഴിയുന്ന തിരി പോലെയും ചതഞ്ഞ ഓട പോലെയും നിസ്സാരനായി കിടക്കുമ്പോൾ, മത്തായി 12:20 വാക്യം. ആ സാഹചര്യത്തിൽ അല്പമേ ജീവൻ ബാക്കിയുള്ളെങ്കിലും ജീവൻ എടുക്കപ്പെടുന്നതിന് മുന്നമേ ചെയ്യുവാനുള്ളത് അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഒരൊറ്റ വിളി വിളിച്ചു, നിവർത്തിയായി. ആ ഒരു വിളിയോടുകൂടെ ദേവാലയത്തിലെ തിരശ്ശീല ചീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. തന്റെ മരിച്ചവരുടെ കല്ലറകൾ പിളർന്നു. യേശു തലചായ്ച്ച് പ്രാണനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു, ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന പദം ഗ്രീക്കിൽ വായിക്കുമ്പോൾ ഹി ബ്ലൂ ഔട്ട് ദ സ്പിരിറ്റ്, ഹി ബ്രീത്ത് ഔട്ട് ദ സ്പിരിറ്റ്. പണ്ട് ആദമിന്റെ മേൽ ഊതിയല്ലോ, അങ്ങനല്ലേ ആത്മാവ് ഇങ്ങോട്ട് വന്നേ. മറിയയുടെ മേൽ നിഴലിച്ചല്ലോ, അങ്ങനല്ലേ ആത്മാവ് ഇങ്ങോട്ട് വന്നത്. തൻ്റെ മേലൊരു അഭിഷേകം ഇറങ്ങി വന്നല്ലോ. കർത്താവേ, അകത്തുള്ള ആത്മാവ് തേണ്ട പിടിച്ചു. ആത്മാവിനെ പിതാവിൻ്റെ ഏൽപ്പിച്ചു. നേരെ പാതാള ലോകത്തേക്കൊരു പോക്ക് പോയി. ഞാനത് കഴിഞ്ഞ ദിവസം ഡോക്ടർ മൈൽസ് മൺറോയുടെ ഒരു മെസ്സേജ് കേട്ടതാണ് എന്ന് പറഞ്ഞ് സഭയെ ഓർപ്പിച്ചിരുന്നു. നേരെ പാതാള ലോകത്തേക്ക് ഇറങ്ങി. പാതാള ലോകത്തിൽ ഇറങ്ങിച്ചെന്ന് സാത്താനോട് പറഞ്ഞു, നീ കാണിച്ച സകലതിൻ്റെയും
പരിഹാരം കാൽവരിയിൽ വരുത്തിയേച്ച ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴവൻ പറയും സാധ്യമല്ല, കാരണം പാപത്തിൻ്റെ ശമ്പളം മരണമാ. പാപം ചെയ്യുന്ന ദേഹിയെ ഞാൻ നശിപ്പിച്ചിരിക്കും. പാപം ചെയ്തതിനാൽ മനുഷ്യവർഗത്തിൻ്റെ അധികാരം, ഭൂമിയുടെ അധികാരം എനിക്ക് തിരികെ ലഭിച്ചു. അന്നേരത്ത് പിശാചിനോട് യേശു തിരിച്ചു പറയുന്ന മറുപടിയാണ്, എടാ പിശാചേ, ആ ശരീരത്തിൻ്റെ മാതൃക താണ്ടട ക്രൂശേ കിടക്കുന്നു. ഇതുവരെ അത് ഇറക്കിയിട്ടില്ല. 3 നാളുകളിൽ തറയ്ക്കപ്പെട്ടവനായി ആ തൂങ്ങി നിൽക്കുന്ന ശരീരം നിനക്ക് കാണണോ? അതെന്തൊക്കെ ചെയ്തെന്നറിയാമോ? അടിപ്പിണരുകളാൽ ലോകത്തിന് സൗഖ്യം വരുത്തി. ഹല്ലേലൂയ! അത് നിത്യജീവൻ പ്രദാനം ചെയ്തു. മരണത്തിന്റെ അധിപതിയായ പിശാചേ, നിന്റെ തല ഞാൻ തകർത്തിട്ടാ വന്നത്. അതുകൊണ്ട് വെക്ക താക്കോൽ. നിനക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ ക്രൂശിൽ നിന്ന് എന്റെ ശരീരം ഇറക്കിയിട്ടില്ല. അത് ഇറക്കുന്നതിന് മുന്നമേ നിന്റെ തല ഞാൻ ഇവിടെ തകർത്തിരിക്കും. അവന്റെ തലയെ തകർത്ത് താക്കോൽ പിടിച്ചെടുത്തുകൊണ്ട് എന്റെ യേശു വെളിയിൽ വന്നു. മൈൽസ് മൺറോ പറയുന്ന ഒരു വാചകം കൊണ്ട് ഇങ്ങോട്ട് പോരാൻ നേരത്തെ സാത്താനോട് പറഞ്ഞു കാണും, തോളത്തൊന്ന് തട്ടിയേച്ച് കുറച്ച് ദിവസം ഞാൻ വരുന്നു. എനിക്ക് ഇനി ഒരു കാര്യം കൂടെ നിവർത്തിക്കാനുണ്ട്. സന്തതി വർദ്ധിച്ചു വരികണം. ആദാമിനെ അനുഗ്രഹിച്ചപ്പോൾ എന്തൊക്കെയാ പറഞ്ഞ? സന്താനപുഷ്ടിയുള്ളവനായി പെരുക. ഇതുവരെ നടന്നില്ല. ഒന്നാമത്തെ ആദാമിനെ റീപ്ലേസ് ചെയ്ത് ഞാൻ രണ്ടാമത്തെ ആദാമായി, ഒടുക്കത്തെ ആദാമായി ഇറങ്ങി വന്നു. പക്ഷെ അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരെണ്ണം കൂടെ പൂർത്തീകരിക്കാനുണ്ട്. ഒരു സന്തതി ശേഷിച്ചേ മതിയാകൂ, ഒരു സന്തതി വളർന്നേ മതിയാകൂ. ദൈവം ആദാമിനെ അനുഗ്രഹിച്ചു, നോഹയെ അനുഗ്രഹിച്ചു, അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഈ സംഭവം ഇന്നും പൂർത്തീകരിച്ചിട്ടില്ല. ഞാൻ സന്തതിയെ വർദ്ധിപ്പിക്കാൻ പോകുകയാ. ഹല്ലേലൂയ! മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നേരെ പിതാവിന്റെ അടുക്കലേക്ക് കൈ കയറിപ്പോയി. എഫെസ്യ ലേഖനം 4-ാം അധ്യായം പറഞ്ഞു, വായിക്കുന്നില്ല. എഫെസ്യ ലേഖനം 4-ാം അധ്യായം പറഞ്ഞു, അവൻ അധോലോകത്തേക്ക് ഇറങ്ങിയ ശേഷം ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട്, പഴയ നിയമ വിശുദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. ഹല്ലേലൂയ! ആത്മാവ് നേരത്തെ എവിടെ ഉണ്ട്? ഹേ പിതാവേ, ആദമിന്റെ മേൽ ഊതിയത് അടിയൻ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ ഹിതം നിവർത്തിച്ച് പഴയ നിയമത്തിൽ മരിച്ചുപോയ വിശുദ്ധന്മാരുമായി തേണ്ട വന്നിരിക്കുന്നു. ആ ആത്മാവിനെ ഊതിയേൽപ്പിച്ചല്ലോ. അതേ ആത്മാവിനെ ഊതിയേൽപ്പിച്ചു. ഇപ്പോൾ അത് ജനത്തിന്റെ മേലൊന്ന് ഊതി അയക്കണം. ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് ഒരു കമാൻഡ് കൊടുക്കാൻ പോകുകയാ. യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ. അവർ കാത്തിരിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഊതിയേൽപ്പിച്ചതുപോലെ, അന്ന് ആദാമിന്റെ മേൽ ഊതിയതുപോലെ ഇതൊന്നോട് ഊതണമേ. എന്തിനാണെന്നറിയാമോ? ഒരു സന്തതി എഴുന്നേൽക്കാൻ. നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക എന്ന് പറഞ്ഞ് ഒന്ന് നിവർത്തിക്കേണ്ടതിന് വേണ്ടി ഈ ആത്മാവിനെ ഒന്ന് തിരികെ കൊടുക്കണമേ. ശിഷ്യന്മാർ ഒരുമിച്ച് ഒരു 10 ദിവസം കാത്തിരുന്നപ്പോൾ ഒരു ഊത്ത് വരുന്ന സ്വർഗത്തിൽ നിന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മഹാശബ്ദമുണ്ടായി തന്റെ ജനത്തിന്റെ മേൽ വന്നു പതിഞ്ഞു. യേശു അവരോട് പറഞ്ഞൊരു പദമുണ്ട്, പോ, ലോകത്തിന്റെ അറ്റത്തോളം പോ. ഇനി ഞാൻ അധിക വാക്യങ്ങൾ വായിക്കത്തില്ല, വായിക്കാനുള്ള നമ്മുടെ സമയം പോയതുകൊണ്ട്. തൻ്റെ ആത്മാവിനെ വാങ്ങിച്ചു കൊണ്ടുവന്നേച്ചു പറഞ്ഞു, പോ, ലോകത്തിന്റെ അറ്റത്തോളം പോ, നിങ്ങൾ വർദ്ധിച്ചു വാ. ബാംഗ്ലൂർ പട്ടണത്തിൽ ബഥേൽ വർദ്ധിക്കും. അവരവരുടെ ദേശങ്ങളിൽ നാം വർദ്ധിക്കും. ബയോളജിക്കൽ ഗ്രോത്ത് അല്ല ഞാൻ പറഞ്ഞത്. പോ, പിശാച് കൊണ്ടുപോയതിനെ തിരികെ പിടിക്ക്. സാത്താനോട് പറ, മാറി നില്ല, നിന്റെ സമയം കഴിഞ്ഞു. യേശുവിന്റെ കാൽവരി മരണത്താൽ നിന്റെ തല തകർത്തു. ഈ വന്നു നിൽക്കുന്ന ഞാൻ ആരാന്നറിയാമോ? അവന്റെ സന്തതിയാ. യെശയ്യാ 53 തിരിച്ചു വന്നാൽ, ഹല്ലേലൂയ, ഒരു സന്തതിയെ അവൻ കാണും. അവൻ ഇങ്ങനെ തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത് ഒരാകൃത്യാഗമായി മാറിയാൽ, ആദം കാണാതെ പോയ ഒന്ന്, നോഹ കാണാതെ പോയ ഒന്ന്, രാജ്യം പിടിച്ചടക്കുന്ന ഒരു തലമുറയെ അവൻ കാണും. ഹല്ലേലൂയ! 22-ാമത്തെ സങ്കീർത്തനം മശീഹ സങ്കീർത്തനമാണ്. അത് വിളിച്ചു പറഞ്ഞു, അവൻ തന്റെ സന്തതിയെ കണ്ട് അവനൊന്ന് ആനന്ദിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ ഒരു സന്തതി ഇതിനകത്തുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ ദൈവിക സന്തതി എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവരെ നമ്മുടെ മേൽ കുറെ അധികാരങ്ങൾ ദൈവം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറെ അധികാരങ്ങൾ ദൈവം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് അധികാരങ്ങൾ? നിങ്ങൾ പോകുമ്പോൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങളിലേക്ക് ഒരു അധികാരം തരികയാ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലെ, ചിലതിനെ ചവിട്ടുവാൻ ദൈവം എന്ന് ചിലതിനെ അധികാരപ്പെടുത്തട്ടെ. പാമ്പുകളെ ചവിട്ടുവാൻ, തേളുകളെ ചവിട്ടുവാൻ, ശത്രുവിന്റെ ബലത്തെ അതിജീവിക്കുവാൻ, അവൻ പിടിച്ചെടുത്ത ചിലതിനെ തിരികെ പിടിക്കുവാൻ ഇന്ന് പകൽ ബലമുള്ളവർക്കായി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ട
ദൈവിക കൈമാറ്റത്തിന്റെ ഭാഗമായി ഇന്ന് പകൽ രോഗികൾ സൗഖ്യമാകട്ടെ. അടിപ്പിണരാലുള്ള സൗഖ്യം ഇന്ന് പകൽ വിടുതലുകൾ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ ദൈവിക വിശുദ്ധി ജനത്തിലേക്ക് മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തില് അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം മാതാപിതാക്കളിലേക്കും മടങ്ങി വരട്ടെ. ഓ ഗോഡ്, ഒരു ദൈവിക നീതി ഇവിടെ നടക്കേണ്ടതിന്, ഒരു ദൈവിക വ്യാപാരം ഇവിടെ നടക്കേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ട സന്തതിയെ, ഒരു സന്തതി അവനെ സേവിക്കും, ഒരു സന്തതി അവനെ സേവിക്കും. ഈ ദേശം പിടിച്ചടക്കുവാൻ ലോകത്തിന്റെ 5 വൻകരകളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ തിരുവചനത്തിന്റെ മാഹാത്മ്യത്തോടെ ഏറ്റെടുക്കുവാൻ തയ്യാറായിരിക്കുന്ന ദൈവപൈതലേ, പിടിച്ചെടുക്കേണ്ടത് പിടിച്ചെടുക്കുവാൻ, ചവിട്ടേണ്ടതിനെ ചവിട്ടുവാൻ, കാൽവരിയിൽ വ്യാപരിച്ച ആ ശക്തിയിൽ നിലനിൽക്കുവാൻ സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഇതൊന്ന് തെളിയിക്കേണ്ടതിന് ദേവാലയത്തിലെ തിരശീല മുകൾ തൊട്ട് താഴെയോളം ചിന്തി ഈ ഭൂമി കുലുങ്ങി. അതിനറിയാം ദൈവമക്കളെ, അതിനറിയാം. പിശാചേ, നിനക്കും അറിയാം. നാം ഇതിനെ പിടിച്ചെടുക്കാൻ പോകുകയാ, ഇതിനെ പിടിച്ചെടുക്കാൻ പോകുകയാ. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടം ഞാൻ നിനക്ക് തരും. വളർന്നു പെരുകുന്ന സന്തതി അബ്രഹാമിനെ വിളിച്ച് അനുഗ്രഹിച്ചു പറഞ്ഞു, ജാതികൾ മൊത്തം കൊണ്ടുപോയി അബ്രഹാമേ, പക്ഷെ ഞാൻ നിനക്ക് തരികയാ, നീ ഒന്ന് നടക്ക്. ഇത് കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ജാതികൾ കൊണ്ടുപോയി വലതും ഒന്ന് ഇറങ്ങി നടക്ക്. ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടം ഞാൻ നിനക്ക് തരാം. നിനക്കും നിന്റെ സന്തതിക്കും ഒരു സന്തതി അങ്ങേ സേവിക്കും കർത്താവേ. ഇന്ന് പകൽ നമ്മെ ചിലർക്കൂടെ ഒന്ന് പറയാമോ, ഞാൻ സേവിക്കാൻ ഇറങ്ങിയതാ. ഹല്ലേലൂയ. എന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടം നിങ്ങൾ ശത്രുവിനെ ഭയപ്പെടത്തില്ല, അത് നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ വരുന്നത് കണ്ടാൽ അവൻ ഓടാനേ നിവർത്തിയുള്ളൂ. വെളിച്ചത്തിന്റെ മുമ്പിൽ ഇരുൾ നിൽക്കയില്ല. എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കാം. ഇതുവരെയും ഈ പദവിയിലേക്ക് വന്നിട്ടില്ലാത്തവർ, ഇതുവരെ ഞാൻ യേശുവിനെ അംഗീകരിച്ചിട്ടില്ല, തന്റെ മരണം കൊണ്ട് എന്റെ മരണത്തെ നീക്കേണ്ടതിന്, തന്റെ ശരീരത്തിന് മേലുള്ള വ്യഥകൾ കൊണ്ട് എന്റെ ശരീരത്തെ വീണ്ടെടുക്കേണ്ടതിന്, എനിക്ക് വേണ്ടി മരിച്ച തന്റെ രക്തത്താൽ എന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് ഇതുവരെയും തീരുമാനമെടുക്കാത്തവർ ഇതിനു വേണ്ടി തയ്യാറാകുമോ? ഞാൻ യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കേണ്ടതായിരുന്നു, ദൈവകൽപ്പനയായിരുന്നു. പാലിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഞാൻ അതിനു വേണ്ടി ഏൽപ്പിക്കപ്പെടുന്നു എന്ന് പറയുവാൻ ഇനി ചിലരോടുണ്ടോ? ഇന്ന് പകൽ ദൈവം നമ്മെ കാണുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന് നിങ്ങളോട് കണക്ക് തീർക്കാനുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന് നിങ്ങളോട് ഇടപെടുവാനുണ്ട്. 1000 വിശുദ്ധന്മാർ ഒരുമിച്ച് ഈ ആലയത്തിന്റെ അകത്ത് വന്നിരുന്ന് ഇന്ന് പകൽ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ച് തങ്ങളുടെ സമയമർപ്പിച്ച് ആത്മാവിന്റെ ഈ അന്തരീക്ഷം ഇവിടെ തന്ന് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ ദൈവം ഇതിനകത്ത് എത്തിച്ചത് എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ നീതിയായിരുന്നെങ്കിൽ ഇന്ന് പകൽ റെസിപ്രോക്കലായി, കർത്താവേ, ഇതുവരെയും അത് അംഗീകരിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇന്ന് പകൽ ഞാൻ യേശുവിൻ്റെ അടുക്കൽ മടങ്ങി വരുന്നു. എന്നെ സൗജന്യമായി രക്ഷിക്കണമേ. കീറിയ തിരശ്ശീല പിതാവിങ്കിലേക്കുള്ള എൻ്റെ പ്രവേശനത്തെ കാണിക്കുന്നതാണ്. ഇതാ ഞാൻ വരുന്നുവെന്ന് പറയുവാൻ ഇന്ന് പകൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കൈകളൊന്ന് കണ്ടോട്ടെ. ഇതിനു മുമ്പ് തീരുമാനം എടുത്തിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവർ അവരുടെ ഒരു കൈ നന്നായി ഉയർത്തുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഉയർത്തി താത്തിടരുത്. ലോകം കണ്ടോട്ടെ, പിശാച് കണ്ടോട്ടെ. കാര്യം കർത്താവും കാണുകയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ കരം ഉയർത്തുവാൻ? ഇനി ആരെങ്കിലും ഉണ്ടോ കരം ഉയർത്തുവാൻ? ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഒരു വാക്കിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഇന്ന് പകൽ ഉയർത്തപ്പെട്ട കരങ്ങളുടെ ഉടമസ്ഥരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. സഭായോഗത്തിന്റെ തുടർന്നുള്ള നിമിഷങ്ങൾ കൊണ്ട് ഇന്ന് അവർ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിന് മുന്നമേ ഒരു ദൈവിക വിടുതലും രോഗസൗഖ്യവും ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ചും ഹാർവസ്റ്റിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. വെബ്സൈറ്റുകളിലൂടെ വാച്ച് ചെയ്യുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്റർനെറ്റിലൂടെ കാണുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നന്മയിൽ നടത്തണം, മഹത്വം എടുക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ഒടുവിലത്തെ മെസ്സേജ് രാജു പാസ്റ്റർ ആയിരിക്കും എടുക്കുന്നത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.